CPIM ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് MA ബേബിയെ പിന്തുണയ്ക്കാൻ ബംഗാൾ ഘടകത്തിൽ ധാരണ. മുഹമ്മദ് സലീമിനെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കരുത് എന്ന് നിർദ്ദേശം. ബംഗാളിൽ നിന്ന് സൂര്യകാന്ത് മിശ്രയ്ക്ക് പകരം ശ്രീധർ ഭട്ടാചാര്യയെ PBയിൽ ഉൾപ്പെടുത്താനും ധാരണ. ബൽറാം നെടുങ്ങാടിയോട് ഇപ്പോൾ മധുരയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ബൽറാം, അങ്ങനെയെങ്കിൽ ആര് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തും? ബൽറാം. ഉന്മേഷ്, ആര് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എന്നതുമായി ബന്ധപ്പെട്ടുള്ള അനൗപചാരികമായ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ഇന്ന് വൈകിട്ട് സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചകളാണ് ഇന്നത്തെ പൂർണ്ണമായ ദിവസം മാറ്റിവെച്ചിരിക്കുന്നത്. അതിനുശേഷം ഇന്ന് വൈകിട്ട് കേന്ദ്ര കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. ഈ കേന്ദ്ര കമ്മിറ്റി യോഗത്തിലായിരിക്കും ജനറൽ സെക്രട്ടറി, പോളിറ്റ് ബ്യൂറോ, പുതിയ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള അനൗപചാരികമായ ചർച്ചകൾ നടക്കുക. ഇതിന് മുന്നോടിയായി തന്നെ ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ആര് എന്നതുമായി ബന്ധപ്പെട്ടുള്ള അനൗപചാരികമായ ചർച്ചകൾ ഘടകങ്ങളിൽ നടന്നിട്ടുണ്ട്. ഇന്നലെ രാത്രി അത്തരത്തിലുള്ള ചർച്ചയിൽ ബംഗാൾ ഘടകം MA ബേബിയെ പൂർണ്ണമായി പിന്തുണയ്ക്കാനുള്ള ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ നിലവിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെടുന്ന പേര് MA ബേബിയുടെ തന്നെയാണ്. പിന്നീട് ഉയർന്നുവരുന്ന രാഘവലു, കൂടാതെ അശോക് ദാവ്ലെ എന്നീ പേരുകൾ ഉണ്ട്. അതിൽ 3 പേരിൽ MA ബേബിയെ തന്നെ പൂർണ്ണമായും പിന്തുണയ്ക്കാനുള്ള ഒരു ധാരണയിലാണ് ബംഗാൾ ഘടകം എത്തിയിരിക്കുന്നത്. മറ്റ് ഘടകങ്ങളുടെ ഈ വിഷയത്തിൽ കേരള ഘടകത്തിന്റെ പൂർണ്ണമായ നിലപാട് വ്യക്തമാകേണ്ടതുണ്ട്. ഒപ്പം തന്നെ തമിഴ്നാട് മൂന്നാമത്തെ ഏറ്റവും വലിയ ഘടകം എന്ന നിലയിൽ തമിഴ്നാട് ഘടകത്തിന്റെ കൂടി നിലപാട് വ്യക്തമാകേണ്ടതുണ്ട്. എന്തായാലും ബംഗാൾ ഒറ്റക്കെട്ടായി ബേബിയെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതേസമയം ബംഗാൾ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീമിനെ ജനറൽ സെക്രട്ടറിയായി പരിഗണിക്കരുത് എന്ന ആവശ്യവും ബംഗാൾ ഘടകത്തിന് ഉണ്ട്. അദ്ദേഹത്തിന്റെ ആവശ്യം, സേവനം ഇപ്പോൾ സംസ്ഥാനത്ത് ആവശ്യമാണ് എന്നും പാർട്ടി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വളർച്ച നേടുന്നുണ്ട് എന്നുമാണ് ബംഗാൾ ഘടകത്തിന്റെ വിലയിരുത്തൽ. അതോടൊപ്പം തന്നെ പോളിറ്റ് ബ്യൂറോയിൽ നിന്നും സൂര്യകാന്ത് മിശ്ര ഒഴിയുകയാണ് പ്രായപരിധിയുടെ പേരിൽ എങ്കിൽ ശ്രീധർ ഭട്ടാചാര്യയെ ബംഗാളിൽ നിന്നും പോളിറ്റ് ബ്യൂറോയിൽ ഉൾപ്പെടുത്താനുള്ള ഒരു ധാരണയിലാണ് ബംഗാൾ ഘടകം എത്തിയിരിക്കുന്നത്. ത്രിപുരയിൽ നിന്നും മുതിർന്ന നേതാവ് മുൻ മുഖ്യമന്ത്രിയുമായ മണിക് സർക്കാർ ഒഴിയുമ്പോൾ പകരം നിലവിലെ സംസ്ഥാന സെക്രട്ടറി ജിതേന്ദ്ര ചൌധരിയെ പോളിറ്റ് ബ്യൂറോയിൽ ഉൾപ്പെടുത്താനുള്ള ധാരണയും എത്തി എന്നാണ് ത്രിപുര ഘടകത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചന.